ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 19. ആത്മഭാവങ്ങളെ പ്രണാമം. ഇന്ന് നമ്മുടെ മനന വിഷയം സീതാദേവി ഹനുമാന് കൊടുക്കുന്ന ഉപദേശം എന്താണ് എന്നതാണ്. ആഞ്ജനേയ, ശ്രീരാമചന്ദ്രൻ എല്ലാറ്റിനും സാക്ഷിയും കേവലം അകർത്താവും അഭോക്താവുമായ സാക്ഷാൽ പരമാത്മാവാണ്. ഞാൻ അവിടേക്ക് സ്വാധീനമായ മൂലപ്രകൃതിയുമാണ്. അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല. എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ കഴിവുകളും ഉണ്ടാകുന്നു. പരമാത്മാവായ രാമൻ്റെ സന്നിധാന വിശേഷം കൊണ്ട് എനിക്ക് എല്ലാത്തിനും ശക്തി ഉണ്ടാകുന്നു. എല്ലാറ്റിനും കർത്താവാണ് രാമൻ. എല്ലാം രാമനാണ് ചെയ്യുന്നത് എന്ന് തോന്നും. അവർ അജ്ഞന്മാരാണ്. എന്നാൽ രാമൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാം ഞാനാണ് ചെയ്യുന്നത്. എനിക്കുള്ള ശക്തിയാകട്ടെ രാമൻ്റെ സാന്നിധ്യം മാത്രമാണ്. എന്നോട് കൂടാതെ രാമനൊന്നും ചെയ്യാൻ സാധ്യമല്ല. രാമനോട് കൂടാതെ എനിക്കും ഒന്നും ചെയ്യാനും ശേഷിയില്ല. അതിനാൽ രാമനോട് കൂടാതെ ഞാനോ എന്നോട് കൂടാതെ രാമനോ ഇരിക്കാറില്ല. അജ്ഞന്മാരുടെ ദൃഷ്ടിക്ക് ഞങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. എങ്കിലും ഒരിക്കലും ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നില്ല. അയോധ്യയിൽ അവതാരവും വിശ്വാമിത്രൻ്റെ യാഗരക്ഷയും മാരീച സുബാഹുക്കളെ ശിക്ഷിക്കുകയും അഹല്യയെ ഉദ്ധരിക്കുകയും മഹേശ്വര ചാപഭഞ്ജനവും സീതാവിവാഹവും ഭാർഗവ രാമ വിജയവും സത്യരക്ഷണത്തിന് വേണ്ടിയുള്ള വനയാത്രയും വനവാസവും അനേകം രാക്ഷസന്മാരുടെ വധവും അവസാനം രാവണവധവും അയോധ്യയിലേക്ക് മടങ്ങിവരവും പട്ടാഭിഷേകവും എല്ലാം രാമൻ ചെയ്തതായി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ മൂഢലോകത്തിൽ വസിക്കുന്നവരാണ്. എന്നാൽ പറയപ്പെട്ട സംഗതികളിൽ ഒന്നുപോലും രാമൻ ചെയ്തിട്ടില്ല. അതായത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും രാമൻ ചെയ്തതല്ല. എല്ലാം ഞാനാണ് ചെയ്തത്. സീതാദേവിയുടെ ഉപദേശസാരമാണ്. ആഞ്ജനേയന് കൊടുക്കുന്ന തത്വസാരമാണ്. വളരെ ശ്രദ്ധിച്ചാലും ഞാനില്ലായിരുന്നുവെങ്കിൽ യാതൊന്നും നടക്കാൻ പോവുകയില്ല.
നടക്കുമാകുന്നില്ല, നടക്കില്ല. രാമനില്ലായിരുന്നുവെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല താനും. അതിനാൽ ഞാനും രാമനും ഒന്നിച്ച് ചേർന്നിരിക്കുമ്പോഴാണ് എല്ലാം ഉണ്ടാവുന്നത്. എന്നാലും രാമൻ നിഷ്ക്രിയനും നിരീഹനുമാണ്. അതിനാൽ ഒന്നിനും കർത്താവോ ഭോക്താവോ ആവുന്നില്ല. ജഗത്തിൽ കാണപ്പെടുന്ന എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെ. എല്ലാം രാമൻ ചെയ്യുന്നതായി തോന്നും. പക്ഷേ ഒന്നിനും രാമന് കർത്തൃത്വമില്ല. രാമൻ്റെ സാന്നിധ്യത്താൽ കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായ ഞാനാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ സീതാദേവി ആരാണ്? മൂലപ്രകൃതിയാണ്. ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ തന്നെ രാമ സാന്നിധ്യത്തിൽ ഞാനാണ് നടത്തുന്നത്. എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും രാമൻ സാക്ഷി മാത്രമാണ്. ഓരോ വ്യക്തിയിലും രാമൻ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നു. രാമൻ്റെ വശവർത്തിയായ പ്രകൃതിയായി ഞാനും വിളങ്ങുന്നു, പ്രകാശിക്കുന്നു. ഓരോ ശരീരത്തിൽ കൂടെയും ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അജ്ഞരായ മൂഢരായ ജീവൻ പരമാർത്ഥമറിയാതെ ഭ്രമിച്ച് എല്ലാ കർമ്മങ്ങൾക്കും താനാണ് കർത്താവെന്ന് അഭിമാനിക്കുന്നു. അത് കാരണത്താൽ കർമ്മബദ്ധനായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു വരുന്നു. എന്നെയും രാമനെയും തിരിച്ചറിയുമ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിത്യനിവൃത്തനും സുഖിയുമായി തീരുകയും ചെയ്യുന്നു. വത്സ, ആഞ്ജനേയ, ഈ തത്വത്തെ വേണ്ടപോലെ നിരൂപിച്ചറിഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞ തത്വങ്ങൾ വേണ്ടവിധം ചിന്തിച്ച് അറിയുക. നിന്നിൽ ആത്മസ്വരൂപിയായി വിളങ്ങുന്ന പരമാത്മാവായ രാമനെ അറിഞ്ഞ് സർവാത്മനാ ശരണം പ്രാപിച്ച് സംസാരത്തിൽ നിന്ന് നിവൃത്തനും മുക്തനുമാവുക. സീതാദേവിയുടെ ഉപദേശരത്നമാണത്, ഉപദേശസാരമാണ്. പ്രകൃതിയും പുരുഷനും. രാമൻ പുരുഷനാണ്, സീത പ്രകൃതിയാണ്. പ്രകൃതി പുരുഷന്മാർ പരസ്പര പൂരകങ്ങളാണ്. സീത എന്ന പ്രകൃതിയില്ല എങ്കിൽ രാമൻ എന്ന പുരുഷനുമില്ല. ഇതാണ് സീതാദേവി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാന് കൊടുത്ത ഉപദേശം. ഇതിൽ നിന്നും ഭക്തി കൈക്കൊണ്ട് മാത്രം, ഇതിൽ നിന്ന് ലഭിക്കുന്ന ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ദുരിതം നശിച്ച് അന്തഃശുദ്ധി വന്ന് ജ്ഞാനത്തിനധീനനായി തീരുകയുള്ളൂ എന്നും സൂചിപ്പിച്ചു. പ്രകൃതി പുരുഷ തത്വങ്ങളെയാണ് സീതാരാമന്മാരായി രാമായണത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് അല്ലയോ സാധകരായ സത്യാന്വേഷികളായ ആത്മഭാവങ്ങളെ ശരിക്കും അറിഞ്ഞുകൊള്ളുക. രാമായണത്തിൽ
ഇതൊരു മുഖ്യ സന്ദർഭമാണ്. സീത ആരാണ്, രാമൻ ആരാണ്, അറിയിക്കുന്നതിന് വേണ്ടിയാണ് സീതാദേവി ഹനുമാന് ഉപദേശം കൊടുക്കുന്നത്. ഭഗവാൻ ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സീതാദേവി ഈ തത്വരഹസ്യം ആഞ്ജനേയന് ഉപദേശിക്കുകയും ചെയ്തത്. സ്വസ്ത്യസ്തു ശുഭമസ്തു.